ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഭൈരതി രണകിൽ ദ പ്രീക്വൽ ഓഫ് മുഫ്തി. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ശിവരാജ് കുമാർ, രുക്മിണി വസന്ത്, പിന്നെ ദേവരാജ്, രാഹുൽ ബോസ്, പിന്നെ അഖണ്ഡയിൽ ബാലയുടെ അച്ഛനായിട്ട് അഭിനയിച്ച അവിനാഷ്, ഡാൻസിങ് റോസ് ഷബീർ എന്നിവ, പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, അതിനെക്കുറിച്ച് ലാസ്റ്റ് പറയാം. ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അറിയാവുന്നവർ വെച്ച് എന്നാണ് ഉദ്ദേശിച്ചത്. പടം ഡയറക്റ്റ് ചെയ്തിരുന്ന മുഫ്തിയുടെ ഡയറക്ടറായിട്ടുള്ള നാർത്തൻ തന്നെയാണ് സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുഫ്തിയിലെ പോലെ രവി ബസ്രൂർ തന്നെയാണ് ഇതിലും മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഗുഡ് BGM. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശിവരാജ് കുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീത ശിവരാജ് കുമാറാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, വേറൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വേറെ ലെവല് പടം. ഈ പടം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് എന്തോ സെക്കൻഡ് ഹാഫ് റൈറ്റഡ് അങ്ങനത്തെ ഒരു ടൈപ്പാണെന്ന് വിചാരിച്ചു. കാരണം മുഫ്തി എന്ന സിനിമയിൽ അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു, ബ്രൂട്ടൽ സീൻസ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രീക്വൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബ്രൂട്ടൽ സീൻസ് കുറച്ച് കൂടുതലുണ്ടാകുന്നെന്ന് വിചാരിച്ചിരുന്നു. ബ്രൂട്ടൽ സീൻസ് ഉണ്ട്, പക്ഷേ സിനിമയുടെ റേറ്റിംഗ് ബട്ട് പറയുകയാണ്. പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 18 കോടി എന്തോ. പടം എന്തോ ഒരു ആവറേജ് ഹിറ്റ് എന്തോ അടിച്ചിരുന്നു ബോക്സ് ഓഫീസിൽ. 27 കോടി അത് സംതിങ് ആണ് ഇത് അടിച്ചതെന്നാണ് കേട്ടത്, എനിക്ക് അറിഞ്ഞൂടാ. 27 കോടി അടിച്ച എന്തെങ്കിലും ആവറേജ് ഹിറ്റാണ് 18 കോടിക്കുള്ള അർത്ഥമായിരിക്കണം പടം. അതുകൊണ്ട് അത്ര അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആവറേജ് ഹിറ്റ് അടിച്ച സിനിമയായിരിക്കുള്ളൂ. എന്തായാലും അങ്ങനെ ആവട്ടെ. പടത്തിൻ്റെ പെർഫോമൻസ് വൈസ് സൂപ്പർബായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഒരു കേസിൽ, ചെറുപ്പത്തിൽ ഒരു കേസിൽ ജയിലിലാകുന്നു. എന്നിട്ട് 21 വർഷങ്ങൾക്ക് ശേഷം അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് അങ്ങേര് ജയിലായ സമയത്ത് നിയമ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങേര് ഒരു ലോയറാകുന്നു. മീൻസ് ആരെങ്കിലും നീതിക്ക് വേണ്ടിയിട്ട് അയാളുടെ അടുത്തേക്ക് വന്നാൽ അയാൾ സഹായം ചെയ്തു കൊടുക്കും. നീതി നടപ്പാക്കിയിട്ട് അങ്ങേര് പോകുള്ളൂ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പിന്നെ ഇൻ്റർവെൽ തൊട്ട് നീതിക്ക് വേണ്ടി ആൾക്കാരെ വെട്ടിക്കൊല്ലാണ്ട് എന്നാലും അങ്ങേര് കൊല്ലും, അങ്ങനത്തെ ഒരു ടൈപ്പ്. മീൻസ് നമ്മൾ മുഫ്തിയിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങേര് ഒരു അങ്ങേർക്ക് അങ്ങനെ നല്ലോണം അറിയാം. അതിൻ്റെ കൂടെ അങ്ങേര് ഒരു മൈനിങ് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ ആ മൈനിങ് എന്ന സംഭവം അങ്ങേര് നല്ലതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ രാഹുൽ ബോസാണ് വില്ലെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. മീൻസ് നമ്മുടെ ഇതിൽ വില്ലനുണ്ട്, വിശ്വരൂപത്തിൽ വില്ലൻ. അങ്ങേരാണ് വില്ലൻ പടത്തിൽ. രവിൽ ഷോക്ക് ഇപ്പോൾ ഈ വില്ലനെ കാണിച്ചിട്ട്, പക്ഷേ ഇതിൽ വില്ലനെ കാണിച്ചപ്പോൾ സൂപ്പർബായിട്ടുണ്ട്. കംബാക്ക് എന്താണെന്നറിയില്ല, അമരൻ്റെ കംബാക്ക് എടുത്ത് ഇപ്പോൾ ഈ പടത്തിലൂടെ നല്ല അഭിനയിച്ചിട്ടുണ്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പടത്തിലെ സെക്കൻഡ് ലാസ്റ്റ് ക്യാമിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വേറെ ആരല്ല, നമ്മുടെ ശ്രീമുരളി അണ്ണനാണ്. എന്നിട്ട് ശ്രീമുരളി അണ്ണനെ കാണിക്കുമ്പോൾ മറ്റേ മുഫ്തിയിലെ സീൻസ് അങ്ങനെ കാണിച്ചു പോകുന്നു. പിന്നെ മറ്റേ ശ്രീമുരളി ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് മറ്റേ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നതായിട്ടൊരു സീൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ട് മീൻസ് മുഫ്തിയിലെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ആ സീൻ ഒന്ന് കാണിച്ച് അവിടെ സിനിമ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് മീൻസ് സീക്വൽ. ഇത് പ്രീക്വലാണ്. സീക്വൽ ഉണ്ടോ അതിൽ ഇനി ശ്രീമുരളിയും ശിവരാജ് കുമാറും കൂടി എന്നിട്ടാണോ ഇനി യുദ്ധം തുടരുക എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും വെയിറ്റിംഗ് ഫോർ തേർഡ് പാർട്ട് എന്തായാലും വെയിറ്റിംഗ്.
എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, സോങ്സും ബീജിയംസും നൈസായിരുന്നു. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, PR, സ്റ്റിൽസ്, സ്റ്റണ്ട്, ഇതൊക്കെ ആരൊക്കെ ചെയ്തതെന്ന്, പിന്നെ ഡയറക്ടർ ഇതൊക്കെ ആര് ചെയ്തതെന്ന് എനിക്ക് അറിയാം. പക്ഷേ അവർക്ക് സല്യൂട്ട് യു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ ബിസ്കസ്, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എസ്ട്രോണറ്റ് മൂവി മീഡിയ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ആവശ്യമുണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ.